തൊഴിലുടമ ശമ്പളം നൽകാത്തതിനെ തുടർന്ന് കേസിന് പോയ മലയാളികൾക്ക് ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ നഷ്ടപരിഹാരം നൽകാൻ മസ്കറ്റ് കോടതിയുടെ വിധി. 6 പേരുടെ പരാതിയിൽ 1,80,000 റിയാൽ നൽകാനാണ് കോടതിയുടെ ഉത്തരവ്. 3,88,00,000 രൂപയാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക. മസ്കറ്റിലെ ഒരു ആശുപത്രിയിലെ ജീവനക്കാർക്ക് തുടർച്ചയായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് തൊഴിൽ മന്ത്രാലയം വഴി സെറ്റിൽമെന്റിനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇത് വിജയിക്കാതെ വന്നതിനെ തുടർന്നാണ് അഭിഭാഷകരായ MK പ്രസാദ്, രശ്നി എന്നിവർ മുഖാന്തരം തൊഴിലാളികൾ കോടതിയെ സമീപിച്ചത്. തുടർച്ചയായി 2 മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ അൺഫെയർ ടെർമിനേഷനായി കണക്കാക്കാമെന്നും ഇതിനിരയായ തൊഴിലാളിക്ക് 12 മാസം വരെയുള്ള മൊത്ത ശമ്പളവും കൂടാതെ ഗ്രാറ്റുവിറ്റി, ലീവ് സാലറി എന്നിവയും നൽകണമെന്ന ലേബർ ലോ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ വിധി. അൺഫെയർ ടെർമിനേഷൻ എന്താണെന്നോ അതുകൊണ്ട് തൊഴിലാളികൾക്കുണ്ടാവുന്ന നഷ്ടം എങ്ങനെ പരിഹരിക്കാം എന്നും വ്യക്തമാക്കുന്ന ജഡ്ജ്മെന്റാണ് ഇന്ന് മസ്കറ്റ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു സ്ഥാപനത്തിലെ 6 ജീവനക്കാരുടെ വിധിയിൽ മാത്രം 1,80,000 ഒമാനി റിയാൽ നൽകാനാണ് ഉത്തരവ്. ഇനിയും ഈ സ്ഥാപനത്തിനെതിരെ കേസുകൾ നടക്കുന്നുണ്ടെന്നും വിധി വരാനുണ്ടെന്നും അഡ്വക്കേറ്റ് MK പ്രസാദ് വ്യക്തമാക്കി. പുതിയ തൊഴിൽ നിയമപ്രകാരമുള്ള വിധിയിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.